എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എന്താണെന്ന് അറിയിക്കാൻ പോകുന്നത്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഡെയിലി യൂസിന് പറ്റിയ ഒരു കുഞ്ഞ് ഫൗണ്ടേഷൻ അല്ല, BB ക്രീം CC ക്രീംസ് ആണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ട് ഇതും 100 rupees താഴെയുള്ള 3 ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ എൻ്റെ പേഴ്സണലി എനിക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്നോട് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിടക്കാം. ആകെ 3 ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തുന്നത്. മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്ത് വരുന്ന കുറച്ച് ക്രീംസ് ഡെയിലി യൂസിന് പറ്റിയത്. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ ആരെങ്കിലും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വന്നേക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അപ്പുറത്തെ ഒരു ബെൽ ബട്ടൺ ഉണ്ടെങ്കിൽ മണി പോലത്തെ അതും ഒന്ന് പ്രസ് അത് നിൽക്കുക. പിന്നെ അതിൽ ഓൾന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ആ ഓളിൽ ഇടുമ്പോഴാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിൽ വരുള്ളൂ ഇനി ഇടുന്ന വീഡിയോസൊക്കെ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ചെയ്യണ്ട കേട്ടോ. ഞാൻ ആരെയും നിർബന്ധിക്കില്ല. അപ്പൊ നമുക്ക് വീഡിയോ കിടക്കാം. ഈ 3 പ്രോഡക്റ്റാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഗാർണിയറിന്റെ BB ക്രീമും പിന്നെ ലാക്മേയുടെ 9 to 5 CC ക്രീമും, അതായത് കോംപ്ലക്ഷൻ കെയർ ക്രീം, പിന്നെ പോൺസിന്റെ ഈ വൈറ്റ് ബ്യൂട്ടി BB പ്ലസ് ക്രീമും. ഈ 3 പ്രോഡക്ട്സ് ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പം നമുക്ക് ഫസ്റ്റ് ഏതിൽ തുടങ്ങാം? നമുക്ക് ഗാർണിയറിന് തുടങ്ങാം. ഈ ഗാർണിയർ ക്രീം എന്ന് പറയുമ്പോൾ ഈ ഗാർണിയറിന് നമുക്കപ്പോൾ ആദ്യം നമുക്ക് തുടങ്ങാം. നമുക്ക് പോൺസിന്റെ ഈ വൈറ്റ് ബ്യൂട്ടി BB പ്ലസ് ക്രീമിൽ നമുക്ക് തുടങ്ങാം. ഈ ഒരു ക്രീം എന്ന് പറയുന്നത് ആക്ച്വലി ഇത് അവൈലബിൾ ഇൻ 2 ഷെയ്ഡ്സ് ആണ് പറയുന്നത്, ഒറിജിനലും മീഡിയം ഷെയ്ഡും. ഒറിജിനൽ എന്ന് പറയുന്നത് ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോണിന് പറ്റിയതാണ്. മീഡിയം എന്ന് പറയുന്നത് മീഡിയം ടു ഡീപ്പ് മീഡിയം സ്കിൻ ടോണിന് പറ്റിയതാണ്. അങ്ങനെ 2 ഷെയ്ഡാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് 82 rupees, 82 രൂപയാണ് ഈ ഒരു കുഞ്ഞു പ്രോഡക്റ്റിന് വരുന്നുള്ളൂ. അത് നമുക്ക് എല്ലാവർക്കും വാങ്ങിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതല്ല, വളരെ സുഖമായിട്ട് നമുക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതുള്ളൂ. എല്ലാവർക്കും പറ്റിയൊരു ടൈപ്പ് ആണ്. പിന്നെ പോൺസിന്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് സ്പോട്ട് കവറേജ് പ്ലസ് നാച്ചുറൽ ഗ്ലോ എന്നാണ് പറയുന്നത് വരെ. അതൊരു ടു എൻ എക്സ്റ്റെന്റ് നമുക്കതൊരു സത്യാവസ്ഥയാണ്. നമ്മുടെ ഈ സ്പോട്സ് ഒക്കെ നന്നായി ഇത് കവർ ചെയ്യുന്നുണ്ട്. ഒരു ഇൻസ്റ്റന്റ് കുറച്ച് നേരത്തേക്ക് ആണെങ്കിൽ കൂടി അത് കവർ ചെയ്ത് കിട്ടും നമുക്ക്. അപ്പൊ നമുക്ക് ഈവൻ നമ്മൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക, ആ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി അല്ലേ. അത് കിട്ടും ചെയ്യുമ്പോൾ നല്ലൊരു ഗ്ലോയിങ് കിട്ടും. നമ്മളിത് കണ്ട ഒരു കോമ്പാക്ട് പൗഡർ ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ക്രീമായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തിട്ടുള്ളത് എൻ്റെ സ്കിന്നിൽ ഞാൻ യൂസ് ചെയ്യുമ്പോൾ. ഇവിടെ ഇപ്പം ഞാൻ മേടിച്ചിരിക്കുന്നത് ഈ ഒറിജിനലാണ്, അതായത് ലൈറ്റ് ടു മീഡിയം സ്കിൻ ടോൺ പറ്റിയത്. എൻ്റെ ഒരു മീഡിയം ലൈറ്റ് സ്കിൻ ടോൺ ആയതുകൊണ്ടാണ് ഞാൻ ഇത് പ്രിഫർ ചെയ്തത്. നിങ്ങളുടെ സ്കിൻ ടോൺ ഏതാണോ അതിനനുസരിച്ച് വാങ്ങിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഇത് തുറക്കുമ്പോൾ കണ്ടില്ലേ ഒരു വൈറ്റ് കളർ. ഇത് നല്ല നമുക്ക് ഇപ്പൊ കണ്ടില്ലേ, ഇതിന്റെ വലിപ്പം തന്നെ വളരെ കുഞ്ഞൊരു ട്യൂബാണ് ഇത് വന്നിരിക്കുന്നത്. നല്ല കളർഫുൾ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വൈറ്റും ഈ പിങ്ക് കോമ്പിനേഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. പിന്നെ ഈ സിൽവർ ടാപ്പും വരുമ്പോൾ വെരി ബ്യൂട്ടിഫുൾ. നമുക്ക് ഇത് ഇങ്ങനെ ഒരു കുഞ്ഞിത് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബാഗിൽ ഇട്ടിട്ട് നമുക്ക് കൊണ്ട് നടക്കാം, എവിടേക്ക് വേണമെങ്കിലും കൊണ്ടു നടക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഒരു അങ്ങനെ എന്താ പറയുക, പോക്കറ്റ് ഫ്രണ്ട്ലി, ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റ്. ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് ഇതിന് കുറച്ചെടുത്ത് ഞാൻ കാണിച്ചു തരാം. കുറച്ചെടുത്തു. എൻ്റെ സ്കിന്നിന് കുറച്ച് ഇവിടെ ടാൻ ഉണ്ട്. നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവറിങ് കിട്ടണോ നോക്കാം. സ്പോട്ട് കണ്ടില്ലേ, കവറേജ് നല്ല കവറേജ് കിട്ടുന്നുണ്ട്. ഇത് നല്ലൊരു കവറേജ് കിട്ടുന്നുണ്ട്. നമുക്ക് ഫേസിലിടുമ്പോൾ ഇത് കുറെ അപ്ലൈ ചെയ്യരുത് കേട്ടോ. നമ്മൾ മെയിനായിട്ട് ഇത് ഡോട്ട് ചെയ്തിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. കുറച്ച് ക്രീം എടുക്കാം, ഫേസിൽ ഇങ്ങനെ ഡോട്ട്സ് ആയിട്ട് നമ്മുടെ ഫേസിൽ മൊത്തം ആക്കാം. അതിന് ശേഷം മാത്രമാണ് അത് മൊത്തം ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. പിന്നെ നമുക്ക് ഇങ്ങനെ ഡാർക്ക് സ്പോട്ട്സ് ഫേസിലുണ്ടെങ്കിൽ ഡയറക്റ്റ് ഒരു ഡോട്ട് അതിലേക്ക് ഇട്ട് വെച്ചെടുക്കുക. എന്നിട്ട് അതിങ്ങനെ നന്നായിട്ട് പരത്തിയിട്ട് വേണം അത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ പോൺസിന്റെ ക്രീം ഇതില് അതും ഈ ഒരു ക്രീമിൽ അത് മാത്രമല്ല SPF 30 PA++, അതായത് നമുക്കൊരു സൺ പ്രൊട്ടക്ഷനും കൂടി ഇതിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസിന്
പക്കയാണ് ഇത്. നമുക്ക് ഒരു എക്സ്ട്രാ ഒരു സൺസ്ക്രീൻ ഇടണ്ടെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് അതും കൂടി ഇതിൽ വരുന്നുണ്ട്. അതെല്ലാം കൂടി അപ്ലൈ ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയൊരു ക്രീമാണ്. അല്ല, നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടമാണെങ്കിൽ സൺസ്ക്രീൻ എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. സൺ അത്രയ്ക്ക് ഹോട്ടാണ്, ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് ഭയങ്കര ചൂടല്ല പുറത്തൊക്കെ. അപ്പൊ നമുക്ക് എന്തായാലും യൂസ് ചെയ്യണം. അപ്പോൾ അന്നെങ്കിൽ അത് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്യാം അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ളവരൊക്കെ. അപ്പൊ ഇതാണ് ഒരു പ്രോഡക്റ്റ് ഞാൻ ഫസ്റ്റത്തെ നമ്മുടെ BB ക്രീം കോളേജിലേക്ക് പോകുന്നവർക്കും വർക്ക് ചെയ്യുന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയത്. അടുത്തൊരു പ്രോഡക്റ്റ് ഞാൻ കാണിക്കുന്നത് എന്ന് പറയും ഗാർണിയറിന്റെ ഒരു പുതിയൊരു ക്രീമാണ്. ഇതൊരു BB ക്രീമാണ്. ഇതിന്റെ ഷെയ്ഡ്സ് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. ഈ ഒരു പ്രോഡക്റ്റ് മാത്രമേ ഇറക്കിക്കുന്നത്, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റുമെന്നാണ് അവർ പറയുന്നത്. ഡെയിലി ഓൾ ഇൻ വൺ മോയ്സ്ചറൈസർ എന്നാണ് പറയുന്നത്. എല്ലാതും, അതായത് മോയ്സ്ചറൈസറും അതായത് ഫൗണ്ടേഷൻ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള കുഞ്ഞു ക്രീമാണെന്നാണ് ഇവര് പറയുന്നത്. പക്ഷെ ഞാൻ പേഴ്സണലി എനിക്കിത് ഇഷ്ടമല്ല. ഇത് ഭയങ്കര ഓയിലിയാണ്. ഇതെനിക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സ്കിൻ ഒരു സുഖമില്ല, ഭയങ്കര ഓയിലി ആകണു, ചൂടെടുക്കണു, അതായത് വയറക്കാനൊക്കെ പോണ പോലെ ഒരു ഭയങ്കര ഒരു ഇട്ടുണ്ടെന്ന് തോന്നിയിട്ട് നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാവില്ല, നമ്മുടെ സ്കിൻ ഇറിറ്റേഷൻ, അങ്ങനെ ഒരു ഫീൽ ചെയ്യുന്ന ഒരു ക്രീമാണ്. പേഴ്സണലി എനിക്കിത് ഇഷ്ടേ ആയില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഇതിലുണ്ട് പ്രൊട്ടക്ഷൻ കേട്ടോ, SPF 24 PA+++ UVA UVB പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ C, ആൽമണ്ട് എക്സ്ട്രാക്ട്, മിനറൽസ് ഫോർ ബ്രൈറ്റനിങ്. നമ്മുടെ സ്കിൻ ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ബ്രൈറ്റൻ ആവും എന്നാണ് ഇവർ പറയുന്നത്. എനിക്ക് അങ്ങനെ ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇനി അങ്ങനെ ആവും എനിക്ക് പറയാൻ പറ്റത്തില്ല. സ്പെഷ്യലി ഡിസൈൻ ഫോർ ഇന്ത്യൻ സ്കിൻ ടോൺ, അതായത് നമുക്കൊക്കെ പറ്റിയ, നമ്മുടെ സ്കിന്നിന് പറ്റിയ, സ്കിന്നിന് നോക്കി ഇവർ ഉണ്ടാക്കിക്കുന്ന ഒരു സ്പെഷ്യൽ പ്രോഡക്റ്റ് ആണെന്നാണ് ഇവർ പറയുന്നത്. സ്യൂട്ടബിൾ ഫോർ ഓൾ സ്കിൻ ടൈപ്സ്, എല്ലാ സ്കിൻ ടൈപ്പിനും പറ്റിയ ഒരു ക്രീമാണെന്നാണ് പറയുന്നത്. ബ്യൂട്ടി ബെനിഫിറ്റ് ക്രീം എന്നും കൂടി ഇവർ ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവര് എല്ലാതും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് പേഴ്സണലി ഒരു പ്രോഡക്റ്റ് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഞാനിത് റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾക്ക് ചിലവർക്ക് ചിലപ്പോൾ നല്ലതായിരിക്കും. എൻ്റെ സ്കിൻ കുറച്ചും കൂടി സെൻസിറ്റീവും കുറച്ച് ഡ്രൈ ആണ്, ഇടയ്ക്ക് ഓയിലി ആണ്, കുറെ പ്രോഡക്ട്സ് യൂസ് ചെയ്യാനാണ്, എനിക്കിത് ഇഷ്ടമായില്ല. അപ്പൊ നമുക്കിനി അടുത്ത പ്രോഡക്റ്റ് നോക്കാം. അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ലാക്മേയുടെ 9 to 5 കോംപ്ലക്ഷൻ കെയർ ക്രീം ആണ് ഞാൻ ഇനി കാണിച്ചു തരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 99, ഇതിലിരിക്കുന്നുണ്ട്, ജസ്റ്റ് 99 rupees ആണ് ഇതിന് വരുന്നത്. ഓൾ ഇൻ വൺ ഇൻസ്റ്റന്റ് സ്കിൻ സ്റ്റൈലിസ്റ്റ് SPF 30 PA++ ആണ് ഇവർ പറയുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ബ്രോൺസ് ആണ്. ഞാൻ ഈ ബ്രോൺസ് എടുക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് അത്രയ്ക്ക് എന്താ പറയുക ഡാർക്ക് അല്ല, എന്നാൽ അത്രയ്ക്ക് ഒട്ട് ഫെയറും അല്ല, ഒരു മീഡിയം ആണ് വരുന്നത്. അതായത് കുറച്ച് ടാനൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ആയിട്ട്, എനിക്ക് ഫുള്ളും ഇല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പം എന്നോട് അവർ പറഞ്ഞു, ഞാൻ ഷോപ്പിൽ മേടിക്കാൻ പോയി ചേച്ചിയോട് പറഞ്ഞു മോളുടെ സ്കിന്നിന് പറ്റിയത് ഈ ബ്രോൺസ് ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്തത്. ഇതിന്റെ പല ഷെയ്ഡ്സ് വരുന്നുണ്ട്, ഹണി വരുന്നുണ്ട്, പിന്നെ ഏതൊക്കെയാ ഓർക്കുന്നില്ല, അങ്ങനെ 3-4 ഷെയ്ഡ്സ് ഇതിന്റെ വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്കിന്നിന് ഏതാണോ അത് നോക്കി വാങ്ങിക്കാം. ഇതിന്റെ ടെസ്റ്റർ ഉണ്ടാവും വാങ്ങിക്കുമ്പോൾ, നമുക്ക് അതെടുത്ത് യൂസ് ചെയ്ത് നോക്കാം നമ്മുടെ സ്കിന്നിൽ ഏതാണ് സ്യൂട്ട് ആകുന്നതെന്ന്. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കാം. ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞുള്ളൂ 99 rupees ആണ്. പിന്നെ എന്ന് പറയുന്നത് ഇതിലും ചെറുതായിട്ടല്ല, ഇതിൽ SPF 30 PA++ ആണ് ഇതിന്റെ സൺ പ്രൊട്ടക്ഷൻ വരുന്നത് ഇതില് വരുന്നത്. എനിക്ക് പേഴ്സണലി ഈ പോൺസ് എനിക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ കൂടി എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ലാക്മേയുടെ ഈ CC ക്രീമാണ്. ഇത് സൂപ്പർ ക്രീമാട്ടോ. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ ഒന്ന് ഹെവി ആയിട്ട് ഇട്ട് പോകാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് യൂസ് ചെയ്തിട്ട് നമ്മുടെ കോമ്പാക്ട് പൗഡർ ഇട്ട് കഴിയുമ്പോൾ പെർഫെക്റ്റ്, നല്ല പിഗ്മെന്റേഷൻ, നല്ല സെറ്റപ്പ് ആയിട്ട് നമ്മുടെ സ്കിന്നൊക്കെ ഓപ്പൺ പോസ് ഒന്നും ഇല്ലാണ്ട് സ്കിൻ നന്നായി കവർ ചെയ്ത് നല്ല ഗ്ലോയി ആയിട്ട് നിൽക്കും. നമുക്ക് ഒരു ഫംഗ്ഷന് വരുവാണെങ്കിൽ പോകുമ്പോൾ ഇത് ഇട്ടിട്ട് പോകാനായിട്ട് പറ്റും. നമുക്ക് ഫേസിലും നെക്കിലും ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒന്ന് തുറന്ന് നോക്കാം. ഇങ്ങനെ കുഞ്ഞു ബോട്ടിലാണ് വേണ്ടത്. ഇതും പോക്കറ്റ് ഫ്രണ്ട്ലി ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്. നമുക്ക് നമ്മുടെ കുഞ്ഞു പോക്കറ്റിൽ വരെ ഇട്ടിട്ട് കൊണ്ട് നടക്കാവുന്നതേ ഉള്ളൂ. ഇതിന്ന് കുറച്ചെടുത്ത് നോക്കാം. ഇതിന്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വളരെ കുറച്ചെടുക്കുള്ളൂ. എനിക്കിതിങ്ങനെ അനാവശ്യമായിട്ട് കളയാൻ എനിക്ക് ഇഷ്ടമല്ല. കാരണം എനിക്ക് ഈ ക്രീം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. സ്കിന്നിൽ കാണിച്ചു തരാം. കണ്ടില്ലേ, നൈസ്. നല്ല കവറേജ് തന്നെ ഇതല്ലേ, അതെ ഇത് തന്നെയാണ് വരുന്നത്.
അപ്പൊ നിങ്ങൾ ഇങ്ങനെ ഡെയിലി യൂസിന് പറ്റിയ ഒരു ക്രീം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ പോൺസിന്റെ ക്രീം BB ക്രീം വാങ്ങിക്കുക, അല്ലെങ്കിൽ ലാക്മേയുടെ CC ക്രീം വാങ്ങിക്കുക. ഏറ്റവും നല്ലത് ലാക്മേയുടെ CC ക്രീമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഡെഫിനറ്റ്ലി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വേറെ ടോപ്പിക്സിനെ പറ്റി എന്തെങ്കിലുമൊക്കെ അറിയുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം. ഡെഫിനറ്റ്ലി ഞാൻ അതിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ വന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബൈ. നമുക്കപ്പോൾ ആദ്യം